2026 മേടം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. കാലചക്ര രാശിയുടെ ഒന്നാമത്തെ രാശിയാണ് മേടം രാശി. ഇപ്പോൾ ഗ്രഹങ്ങളുടേതായ ഒരു നിലവാരത്തെ കണക്കാക്കുകയാണെങ്കിൽ 3-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായ സഞ്ചാരം. 5-ാം ഭാവമായ ചിങ്ങം രാശിയിൽ കേതുവും 9-ാം ഭാവമായ കുംഭം രാശിയിൽ രാഹുവും സഞ്ചാരം നടത്തുന്ന കാലഘട്ടമാണ്. അപ്പോൾ പ്രത്യേകമായുള്ള മാറ്റം രാഹു കേതു ഒന്നും 2026 മാറ്റമൊന്നുമില്ല. വ്യാഴം 6-ാം മാസമാകുന്ന വേളയിൽ, അതായത് ജൂൺ മാസമാകുന്ന വേളയിൽ കർക്കിടകം രാശിയിലേക്ക് മാറ്റം ചെയ്യുന്നുണ്ട്. അതുപോലെ ശനി ഭഗവാന്റേതായ കണക്കെടുക്കുമ്പോഴും മാറ്റങ്ങളൊന്നും തന്നെയില്ല, അതേ ഇടത്ത് തന്നെ ഉണ്ടാവും. മീനം രാശികളിൽ നിന്ന് ശനീശ്വരൻ നിലകൊള്ളും. ഇടയ്ക്ക് വക്രഗതിയിലൊക്കെ വരുന്ന സമയങ്ങൾ മാത്രമാണ് മാറ്റമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. രാശിയുടെ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ച ഈ 2025 കാലഘട്ടങ്ങളൊക്കെ വളരെയധികം ദുഃഖാവസ്ഥകളൊക്കെ തന്നെയായിരുന്നു. അതായത് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നടന്നു എങ്കിൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത്. അതായത് ഒരുപാട് അലച്ചിലൊക്കെ വേണ്ടി വന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ്. എന്ത് കാര്യത്തിനും ഒരു തടസ്സം, അതായത് ഇറങ്ങുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കി തന്നതാണ് വ്യാഴം 3-ാം ഭാവമായ മിഥുനം രാശിയിൽ നിലകൊണ്ട സമയം മുതൽക്ക്. ചിലർക്കൊക്കെ തന്നെ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്വത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധനപരമായ ഇടങ്ങളിൽ പെട്ടെന്ന് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊഴിലിടങ്ങളിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ. ഇതൊക്കെ വ്യാഴത്തിൻ്റെതായ ഒരു ഇടപെടൽ കൊണ്ടാണ് അങ്ങനെയൊക്കെയും സംഭവിച്ചത്. പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് വ്യാഴം ഇരുന്നിട്ടും ഈ മേടം രാശിക്കാർക്ക് ഗുണമുണ്ടായില്ല എന്നുള്ളതാണ്. ഒരു വിധത്തിലൊക്കെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി പോകാനായിട്ട് സഹായിച്ചത് രാഹുവിൻ്റെതായ ആ ഒരു ഭാവം കൊണ്ട് തന്നെയാണ്. അതായത് 11-ാം ഇടത്തിൽ രാഹു ഇരുന്നത് കൊണ്ടാണ് നിങ്ങളുടേതായ പല കാര്യങ്ങളും നടന്ന് കിട്ടിയതും. പോരാത്തതിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും രാഹുവിൻ്റെ മേൽ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇരിക്കുന്ന ഇടത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ദൃഷ്ടിപരമായ രീതിയിൽ വ്യാഴം നന്മയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം ഒരു തടസ്സം താമസങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഈ 2026 എന്തായാലും മേടം രാശിക്കാർക്ക് ഒരു ഉയർച്ചയൊക്കെ വന്നെത്തുന്ന സാഹചര്യമുണ്ട്. അത് ജൂൺ മാസത്തോടു കൂടി തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ജൂൺ മാസം കഴിയുന്ന വേളയിൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്ന 4-ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വേള 4-ാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശനിയുടെ മേൽ ദൃഷ്ടി പതിയും. അതായത് 12-ാം ഭാവമായ ഇടത്ത് ശനിയുടേതായ ദൃഷ്ടി പതിയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഗുണം ചെയ്യും. അതായത് ഇതുവരെയും നമുക്ക് 12-ാം ഭാവത്തിലിരുന്നുകൊണ്ട് അതായത് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ശനി. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന വേളയിൽ തന്നെ ഈ നഷ്ടങ്ങളൊക്കെ തന്നെ നമുക്ക് നേട്ടങ്ങളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും മാറുക. എന്തുകൊണ്ടെന്നാൽ ഈ 12-ാം ഭാവം വിരയസ്ഥാനമെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയുടെ മേൽ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ഉണ്ടാകുന്ന ചിലവുകളെല്ലാം ശുഭകരമായ ചിലവുകളായിരിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശുകൾ മുടക്കേണ്ട സാഹചര്യമാണ്. അതായത് മോശമായ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ കാശുകളൊന്നും മുടക്കരുത്. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, മറ്റൊരു ഒന്നുകൂടെ വാങ്ങണം എന്ന് ചിന്തിച്ച് വാങ്ങാനെന്ന് പോകും. അതൊക്കെ തന്നെ അനാവശ്യമായ ചിലവ്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു സ്വത്തൊക്കെ വിറ്റിട്ട് മറ്റൊരു കാര്യം നേടാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നിരുന്ന വർഷം 2025. എന്നാൽ 2026 തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുടേതായ തടസ്സങ്ങളൊക്കെ പരിപൂർണമായി തന്നെ മാറിക്കിട്ടും. അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ രോഗാവസ്ഥകളൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് എന്തൊക്കെയോ രോഗങ്ങൾ കൊണ്ട് ചികിത്സിച്ചിരുന്നു, പക്ഷേ കാരണമൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ 2026 നിങ്ങൾ അതിൻ്റെതായ കാരണം അറിഞ്ഞ് തന്നെ ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ആയുസിൻ്റെതായ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ധാരാളമുണ്ട്. അതുപോലെ ആ ഒരു കാര്യത്തിലൊക്കെയും അല്ലെങ്കിൽ തന്നെ ചിലർക്കൊക്കെ ചില അപകടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറ്റിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ തന്നെ ഈ 2026 പരിപൂർണമായും തന്നെ മാറിക്കിട്ടുന്ന സമയമാണ്. അതായത് ഇത്രയും കാലം നമുക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ തന്ന് അനാവശ്യമായ ചിലവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ 2026 അത് പൂർണ്ണമായും തന്നെ മാറിക്കിട്ടുന്ന സാഹചര്യമാണ്. തൊഴിൽപരമായ ഇടത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരിപൂർണമായിട്ടും തന്നെ നീങ്ങി കിട്ടുന്ന സാഹചര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ്. അത് ചില ആൾക്കാരുടേതായ ഇടപെടൽ കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് തടസ്സപ്പെട്ടു പോയിരുന്ന ഒരു കാര്യമാണ് ഈ 2025 നടന്നത്. എന്നാൽ 2026 ആ തടസ്സങ്ങളൊക്കെ
അതിജീവിച്ച് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഉന്നതമായ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊന്നും വലിയ ശ്രദ്ധയില്ലാതെ ഒരു മനോമടുപ്പൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളാണ്. ഈ വർഷം തീർച്ചയായിട്ടും അതൊക്കെ പരിപൂർണമായിട്ടും മാറിക്കിട്ടുകയും നല്ല ഫലം നിങ്ങളിലേക്ക് വന്നെത്തുകയും ചെയ്യുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. അതുപോലെ വിവാഹം നടക്കാതെ ഇരുന്ന വ്യക്തികൾക്ക്, ഇതുവരെ വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കൊക്കെയും വിവാഹം നടക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതായത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന വിവാഹം പോലും നടക്കാതെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ വീണ്ടും വിവാഹം വരുന്ന സാഹചര്യമുണ്ട്. അതായത് പിണങ്ങി അല്ലെങ്കിൽ നടക്കണ്ട എന്ന് തീരുമാനിച്ചു പോയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ആലോചിച്ച് വരുന്ന ഒരു സാഹചര്യം, വിവാഹം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. രാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ, അതായത് കർക്കിടകം രാശിക്കുള്ളിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടും. 100% നിങ്ങൾക്ക് അത് അനുഭവയോഗ്യമായി വരും. അതായത് ടെൻഷൻ 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 എന്ന് പറഞ്ഞ് നടന്നിരുന്ന നിങ്ങൾക്ക് മാനസികമായ ഒരു സന്തോഷം, എന്തൊക്കെയോ നടക്കാനായിട്ട് പോകുന്നു, നല്ലത് നടക്കാനായിട്ട് പോകുന്നു, അതെന്തായാലും നടക്കും എന്ന ആ ശുഭകരമായ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നെത്തുകയും അതങ്ങനെ തന്നെ ഭവിക്കുകയും ചെയ്യും. മറ്റാരുടെയും സഹായങ്ങൾ കൊണ്ടായിരിക്കില്ല നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മുന്നിലേക്ക് വരുന്നത്. നിങ്ങളുടേതായ സ്വന്തമായ പ്രയത്നം, അധ്വാനം, അതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഇവിടെ മറ്റൊരാളുടേതായ ഇടപെടലുകളൊന്നും അവിടെ വരില്ല. നിങ്ങൾ എടുക്കുന്ന എഫർട്ടുകൾ 100% നിങ്ങൾക്ക് വിജയം കിട്ടും. സമ്പത്തുപരമായ രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ആ ഒരു പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചതിലും ഏറെ ധനം സമ്പാദിക്കാൻ കഴിയുന്ന വർഷമാണ്. പക്ഷേ ജൂൺ മാസം കഴിയണമെന്ന് മാത്രം. 2025 ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറയുന്നതിനുള്ള കാരണം 7 ശനിക്കാലം കൂടിയാണ്. അതിലാണ് ഇവിടെ ശനി 12-ാം ഭാവമായ വിരയസ്ഥാനത്തേക്ക് വന്നിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അനാവശ്യ ചിലവുകളല്ലാതെ എന്താണ് സംഭവിക്കുക? നിലവിൽ 6-ാം മാസത്തോടു കൂടി തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്നത് വളരെയധികം ഗുണം ചെയ്യും. 2026 എന്തായാലും മേടൻ രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ലഭിക്കും. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാതിരിക്കുക. കടബാധ്യതകളിൽ അധികം പോയി ചാടാതിരിക്കുക. വായ്ക്ക് എതിർവാ പറഞ്ഞ് പ്രശ്നങ്ങളിലേക്കും പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ അഭിപ്രായങ്ങളൊന്നും നടത്താനായിട്ട് പോകരുത്. നിങ്ങൾ പറയുന്ന അഭിപ്രായമായിരിക്കും അവിടെ ഏറ്റവും അധികം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. വീടിനുള്ളിൽ സംസാരിക്കുമ്പോൾ പോലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് വേണം അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ ആരോടുമാവട്ടെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം. എടുത്തു ചാടി ഒരു വാക്കുകളും നിങ്ങൾ പറയാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. വ്യാഴം പൂർണ്ണ ബലവാനായിട്ടാണ് ശനിയുടെ മേൽ ദൃഷ്ടി പതിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും. ഓരോരുത്തരും 11-ാം ഭാവത്തിലിരിക്കുന്ന രാഹു ബാക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യും. എന്നിരുന്നാലും 7.5 ശനി നടക്കുന്നതുകൊണ്ട് ജാഗ്രതാപൂർവം തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. കാരണം 7.5 ശനിയാണ്. അപ്പോൾ 2.5 വെച്ചിട്ട് 3 ഭാവങ്ങളായിട്ടാണ് വ്യാഴത്തിൻ്റെതായ പ്രഭാവം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ 3-ാമത്തെ ഘട്ടം എത്തുന്ന വേളയിൽ പരിപൂർണമായിട്ടും വ്യാഴം നിങ്ങളെ ഉപേക്ഷിക്കുന്ന സാഹചര്യം. ഉപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ടോർച്ചർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിൻ്റെതായ ഒരു ഘടനയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ്. 2-ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഒരു പകുതി റിലീഫ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. 3-ാം ഘട്ടം ശനീശ്വരൻ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. രാശികളുടേതായ ഘടന അനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ നിങ്ങളുടേതായ ജന്മ ജാതകത്തിനുള്ളിൽ ഗ്രഹങ്ങൾ ഏത് ഒരു അവസ്ഥയിൽ നിൽക്കുന്നുവോ അതിൻ്റെതായ ഒരു പ്രഭാവം കൂടി ഉണ്ടാകും. അതുപോലെ നടക്കുന്ന അപഹാര കാലങ്ങളും അതുപോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ശനിദശ നടക്കുന്ന സമയത്ത് കേതുവിൻ്റെതായ അപഹാരമാണെങ്കിൽ അപ്പോൾ കേതുവിൻ്റെതായ പ്രഭാവമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് കൂടി സ്വന്തം ജാതകങ്ങളൊക്കെ അടുത്ത് ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കാണിച്ച് സമയങ്ങളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ 2026 കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചാൽ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മേടൻ രാശിയുടെ 12-ാം ഭാവമായ മീനൻ രാശിക്കുള്ളിലാണ് ശനി നിലകൊള്ളുന്നത്. ഒപ്പം രാഹു കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാഹു ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടേതായ ലൈഫ് വളരെയധികം കോഞ്ഞാട്ടായി പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ 2025. അപ്പോൾ ഇതാണ് പറയുന്നത്, ഏതൊക്കെ ഗ്രഹം എവിടെ നിൽക്കുന്നുവോ അതിൻ്റെതായ പ്രഭാവം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാകും. അതാണ് പലരും പറയുന്നത്, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ ചിലർക്ക് പരിഹാസം പറയാറുണ്ട്. അത് നടക്കാത്തതിനുള്ള കാരണം ജന്മജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ആ ഒരു കണക്കും പ്രകാരമാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ രാശികൾ മാറുന്നതിനനുസരിച്ചുള്ള പ്രവചനങ്ങൾ നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ജന്മജാതകം കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും
നല്ല ഒരു ഫലം ഈ 2026 നിങ്ങൾക്ക് ലഭിക്കാൻ 100%